ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കുട്ടികളെ ചെറിയ കിച്ചണ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയതാണ്. നമ്മൾ മുമ്പൊക്കെ കുട്ടികളെപ്പരെല്ലാം നമ്മളൊക്കെ ഇതുപോലൊക്കെ കളിച്ചിരുന്നല്ല. ചെറിയ പാനി, അതാണ് കുറേ സ്പൂൺ, പിന്നെ ചെറിയ പ്ലേറ്റ്, പിന്നെ ചെറിയ ഗ്ലാസ്, പിന്നെ എന്താണ് ചെറിയ മിക്സി എല്ലാം കണ്ട് ഞാനെല്ലാം അത്ഭുതപ്പെട്ടു പോയി കണ്ടിട്ട്. ചെറിയ ഓർമ്മയിൽ നമുക്ക് ഇതൊക്കെ മിക്സിയൊന്നും ഉണ്ടായിട്ടില്ല, ബാക്കി പാനിയും ഗ്ലാസ്സെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചെറിയ ചൂട് പാത്രം. എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ. ഞാനൊരു ഡിസ്റ്റർബായിട്ടാണ് അവർക്കുള്ളത്. ഏതായാലും വീഡിയോ പിടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് 5 മിനിറ്റ് സമയം എന്ന് പറഞ്ഞ്. പിന്നെ അവർ ഭക്ഷണമെല്ലാം ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിച്ച്. പിന്നെ ഓടുണ്ട്, പിന്നെ എന്താന്ന് കടിയൊക്കെ പൊരിക്കുന്ന കടായി, കല്യാണ വീട്ടിലെ തൈര് അച്ചാറ്. അതിന് കുറച്ച് വെയിറ്റ് ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു ഇതിലെന്താ ഉള്ളത്. അന്നേരം പറഞ്ഞു അതിൽ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെന്തോ ചെറിയ ടിഫിൻ ബോക്സ് എല്ലാം കണ്ട്, പിന്നെ പരത്തുന്ന പല, പിന്നെന്താ ടിഫിന്, എന്താ ഒരു ടിഫിന് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. കറി വെക്കുക, അതിൽ ചോറ് വെക്കുക, അങ്ങനെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഒരു പാവക്കുട്ടിയുണ്ട്, അതിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് നല്ലോണം ചിരി വന്ന്. പിന്നെ ചെറിയ കോപ്പുണ്ട്, അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. പിള്ളേരിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് പോയി തരുമോ നമുക്ക് കളിക്കണം എന്നല്ല. പിന്നെ അതിന് കൺമഷിയെല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡ്രസ്സിങ്ങാണ് എനിക്ക് വല്ലാണ്ട് ചിരി വന്നത്. പിന്നെ അവർ ജ്യൂസ് അടിക്കണ്ടേ. എന്നാലും ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കാണിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമ്മളിത് ഹോട്ടലാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞ്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം പിള്ളേരൊപ്പം കളിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെയെല്ലാം ഒരു ഇഷ്ടം, പിള്ളേരൊന്നിച്ചെല്ലാം ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു രസം. ഞാനങ്ങനെയാണ്. പിന്നെ അവരൊപ്പം കൂടാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പോകാനെല്ലാം പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുന്ന സമയത്തെല്ലാം എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടാനെല്ലാം നോക്കും. എന്നാലും പിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെയും ഞാൻ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവരെന്തെല്ലോ പാചകമൊക്കെ ചെയ്യുന്നുണ്ടായിന്. ആ സമയത്തൊന്നും എന്നെ അടുപ്പിച്ചില്ല അവിടത്തേക്ക്. പിന്നെ ഈ സമയത്തെല്ലാം അങ്ങനെ കുറച്ചെല്ലാം എടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് തന്നെ കുറച്ച് അങ്ങോട്ട് പോയി ഇരുന്നാൽ നമ്മൾ ഫുഡെല്ലാം കൊണ്ടുത്തരും. നമ്മളിത് ഹോട്ടലായിട്ട് നമ്മളെ വീടല്ലേ ഇത്, ഹോട്ടലാണെന്നെല്ലാം പറഞ്ഞ്. പിന്നെ ഇത് ചെറിയൊരു ചൂട് ബോക്സാണ്. അങ്ങനെ നേരത്തെ ഞാൻ കാണിച്ചു തന്നെയാണ്. വീണ്ടും എനിക്കിങ്ങനെ ഓരോന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലെന്തോ ചട്നി ഉണ്ട് എന്നെല്ലാം പറഞ്ഞ്. ഇതിൽ ഭക്ഷണമെല്ലാം കൊണ്ടുപോകാം. അങ്ങനെ അങ്ങനെ ഇവരെ ഓരോ കളിയൊക്കെ ഇങ്ങനെ അങ്ങനെ സമയം കുറേ പോയി. എന്നിട്ടങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തോ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം കണ്ടിന്. പക്ഷെ എനിക്ക് അതൊന്നും വീഡിയോ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് കുറച്ച് ദൂരെ പോയിട്ട് ഇരിക്കും എന്നിട്ട് കുറച്ച് കടലാസും കല്ലെല്ലാം എനിക്ക് തന്നിട്ടുണ്ടായിന്. പക്ഷെ ഞാനിതെല്ലാം വെറുതെ കഴിക്കുന്ന പോലെ അങ്ങനെ അവർക്കൊരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിന്ന്. ഞാൻ വായിലിടുന്ന സമയത്ത് പറഞ്ഞാൽ അതൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. ഇത് ചട്നിയാണ്, ദോശയാണെന്നെല്ലാം പറഞ്ഞിട്ട് കൊണ്ടു തന്നെ. പിന്നെ ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് കുറേ കല്ലെല്ലാം ഇട്ടിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നെല്ലാം കണ്ടിട്ട് അതിൽ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നല്ല രസമുണ്ട് കുട്ടികളെപ്പം ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ. പിന്നെ നമ്മളിതെല്ലാം
എന്തെങ്കിലും പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ചിരിയും വരുന്നുണ്ട്, നമ്മളെ ഓടിച്ചും വിടുന്നുണ്ട്. പിന്നെ ബില്ലെല്ലാം ആക്കിയിട്ടെല്ലാം തരുന്നാണ്ടിന്. പിന്നെ ഇവരൊന്നിച്ചെല്ലാം നിൽക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ പോകുന്നുണ്ടാവും. എനക്ക് വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ച് തരുന്നതാണ്. അതാണ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കല്ലെല്ലാം ഇട്ടിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബില്ലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ജ്യൂസും ദോശയും ചട്നിയും ഒക്കെ കൊണ്ടു തന്നെ. എന്നെ കുറച്ച് സമയം അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നറിയില്ല. പിന്നെ എനിക്കൊരു ബില്ല് കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചിത്രമെല്ലാം കണ്ട് കുറേ ചിരിക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കുറച്ച് അടിയെല്ലാം കിട്ടി എനിക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ബില്ലും കൂടി കൊണ്ട് തന്നെ. അത് തിരിച്ച് നോക്കണമെന്നായിരുന്നു ബില്ല്. അത് നോക്കുമ്പോൾ പിന്നെ ബില്ല് നമ്മൾ കടലാസും കല്ലിനും വേണ്ടിയിട്ട് 450 രൂപയാണ്. അങ്ങനെ ബില്ല് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് എനിക്ക് കളിക്കാൻ കൂട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് ഈ കളിയൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ പിടിച്ചു തന്നു. പിന്നെ പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് QR കോഡെല്ലാം എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ അതേപോലെ ചെയ്ത് കൊടുത്ത്. അങ്ങനെയെല്ലാം കുറച്ച് സമയം ഇങ്ങനെ കുട്ടികളെന്ന് വെച്ചാൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു രസം. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ ചിരിയാണ് വരുന്നത്. പിന്നെ ആ കുട്ടികളെ വെറുതെ ഡിസ്റ്റർബ്